കൊച്ചുങ്ങൾ എന്നായെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ. ഇന്ന് പതിവില്ലാതെ സൂര്യൻ കുറച്ചധികം വെളിച്ചം തന്നപ്പോൾ ഞാൻ എന്നോട് തന്നെ ഒരു ആഗ്രഹം പറഞ്ഞു, ഒരവിയൽ കഴിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓണത്തിനാണ് ഞാൻ അവസാനമായിട്ട് അവിയൽ കഴിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അവിയലിന് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊന്നും കയ്യിലില്ല. ഒരു ക്യാരറ്റ് പോലും ഇല്ലാത്ത അവിയലിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. എങ്കിൽ പിന്നെ തൊട്ടടുത്തുള്ള ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഇന്നത് ക്ലോസ്ഡാണ്. പക്ഷെ ഞാൻ എന്നോട് തന്നെ പ്രോമിസ് ചെയ്ത് പോയ കാര്യമല്ലേ. ഈ പ്രോമിസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് പാലിക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം. ഇതൊരു സെൽഫ് പ്രോമിസും കൂടെ ആയതുകൊണ്ട് വിട്ടുകളയാൻ തോന്നിയില്ല. അപ്പം നമ്മൾ നേരെ തൊട്ടടുത്തുള്ള ലിഡലിലേക്ക് പോയി. ജസ്റ്റ് എ ലിഡൽ ഫർദർ. അതെ, ലിഡൽ ഇവിടെ അടുത്താണ്, ഒരു 5 minutes ഉള്ളൂ. ഈ വഴികളിൽ കൂടി പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ ഇലകളൊക്കെ വീണ് കിടന്നിട്ട് നല്ല രസമാണ് കാണാൻ. ഇതെങ്ങാണ് എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഇത് തൂക്കാനായിട്ട് 1000 വട്ടം ചൂലും കൊണ്ട് ഇറങ്ങിയേനെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊഴിഞ്ഞു വീഴുമെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിക്കുമ്പോൾ പറയാറ് ആരെങ്കിലും കയറി വന്നാൽ മോശമല്ലേ എന്നാണ്. പക്ഷേ കയറി വരുന്നവർക്കും നമുക്കും അറിയാം ഇതിങ്ങനെ പൊഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കും, നമ്മൾ തൂക്കാത്തതല്ലാതെ. പക്ഷേ ഇത് വല്ലതും പറഞ്ഞ് ജയിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ലിഡലിലെത്തി. കയറിപ്പോയപ്പോൾ തന്നെ ക്യാരറ്റ് ഫ്രണ്ടിലുണ്ടായിരുന്നു. പല ടൈപ്പിലും പല പ്രൈസിലും ഉള്ളതുണ്ടായിരുന്നു. ഞാൻ എന്തായാലും എനിക്ക് പറ്റിയ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു വഴിക്ക് വന്നതല്ലേ, 2 പാക്കറ്റ് ഇരുന്നോട്ടെ. ലിഡൽ തന്നെ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ ലിഡൽ പ്ലസ് കാർഡ് ഉണ്ട്. സംടൈംസ് എനിക്ക് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ കിട്ടാറുണ്ട്. അങ്ങനെ എപ്പോഴും കിട്ടാറില്ല, പക്ഷേ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ, അതുകൊണ്ടിട്ടാണ്. ലിഡലിൽ വന്നു കഴിഞ്ഞാൽ ലിഡലെന്നല്ല, ഏത് കടയിൽ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് ആ ഫുൾ കടയൊന്ന് ചുറ്റിക്കാണണം. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് ചുറ്റിക്കാണുന്നത് തെറ്റൊന്നുമില്ല. ഇതാണ് ചിക്കൻ്റെ സെക്ഷൻ. പക്ഷെ നമ്മൾ ചിക്കൻ എടുക്കുന്നില്ല, കാരണം ഓൾറെഡി വീട്ടിൽ ചിക്കൻ ഉണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഹോം ഡെക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും എത്തിയിട്ടുണ്ട്. നമ്മുടെ സാന്റയും ക്രിസ്മസ് ട്രീയും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ക്രിസ്മസ് വൈബ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ സെക്ഷനിലുള്ള ബിസ്ക്കറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് എടുക്കാൻ എനിക്കൊരു മടിയാണ്. ഈ കാണുന്നതാണ് എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ബിസ്ക്കറ്റ്. അതിലിപ്പോൾ എനിക്കൊരു അഡിക്ഷൻ ആവുന്നുണ്ടോ എന്നൊരു സംശയം. ഐസ്ക്രീംസൊക്കെ എന്നെയും കൂടി കൊണ്ടുപോക്കോ എന്ന് എന്നോട് പറയുന്നുണ്ടെങ്കിലും ഇവരെയും കൂടി എടുത്താൽ ചിലപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്ന് പോകേണ്ടി വരുമെന്ന് ഓർത്തപ്പോൾ അവിടെ തന്നെ വെച്ചു. പിന്നെ ചോക്ലേറ്റ്സ്, ഇതൊക്കെ എടുക്കാൻ സുഖമാണ്, പക്ഷേ എടുത്തു കഴിയുമ്പോൾ ഒരു കുറ്റബോധം വരും. അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഈ ക്യൂട്ട് സാധനം കാണുന്നത്. എന്തിനാണെന്നറിയില്ല, എടുക്കാൻ 1000 വട്ടം ആലോചിച്ചെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറ്റബോധം തോന്നിയാലോ എന്ന് പേടിച്ചിട്ട് അതവിടെ തന്നെ വെച്ചു. അതവിടെ തന്നെ ഇരിക്കുന്നതാണ് അതിൻ്റെ ഭംഗിയെന്ന് തോന്നി. അങ്ങനെ ബില്ലടിക്കാൻ ചെന്നപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ ഇത് എവിടെ നിന്ന് വന്നു എന്ന് എനിക്ക് തോന്നിയത്. ഒരു ക്യാരറ്റ് വാങ്ങിക്കാൻ വന്നതാണ്. പിന്നെ ഞാൻ അധികം ചിന്തിച്ച് കുറ്റബോധം വരുത്തി വെച്ചില്ല. വേഗം ബസ് പിടിച്ച് വീട്ടിലെത്തി. അങ്ങനെ വെറും കൈയോടെ പോയി ഞാൻ ഒരു കവർ നിറയെ സാധനങ്ങളോടെ തിരിച്ചെത്തി. അപ്പോഴാണ് എന്നെ ഓർക്കുന്നത്, അവിയലിനിടെ നമ്മുടെ ഈ തേങ്ങയില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വാങ്ങിച്ചു. അങ്ങനെ എല്ലാം വരുന്ന സന്തോഷത്തിൽ നമ്മൾ നേരെ അവിയലുണ്ടാക്കാൻ പോയി. ഇന്ന് എന്താണെന്നറിയില്ല, കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. അതുകൊണ്ട് അവിയൽ മാത്രമല്ല, ഒരു ചിക്കൻ കറി അങ്ങ് ഉണ്ടാക്കി. അങ്ങനെ കുക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞൊക്കെയാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യം തന്നെ ഓർത്തത്. എന്തായാലും ഞാൻ ഉണ്ടാക്കേണ്ടി പറയില്ല, സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.